Hi, welcome back to another useful video. This video degrees of comparison കുറിച്ചാണ് ട്ടോ. അഡ്ജക്റ്റീവ്സിന് 3 ഫോംസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. പോസിറ്റീവ്, കമ്പാരറ്റീവ്, സൂപ്പർലേറ്റീവ്. അപ്പോൾ അഡ്ജക്റ്റീവിന്റെ ബേസ് ഫോം അതാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി ഷോർട്ട് അഡ്ജക്റ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ER അല്ലെങ്കിൽ EST ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അതിന്റെ കമ്പാരറ്റീവും സൂപ്പർലേറ്റീവ് ഫോംസ്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ ടോൾ എന്നുള്ള അഡ്ജക്റ്റീവ് അതൊരു 1 സിലബിൾ വരുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ അതിന്റെ കമ്പാരറ്റീവും സൂപ്പർലേറ്റീവും ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ അതിന്റെ കൂടെ ERഉം EST ആഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിന്റെ കമ്പാരറ്റീവ് ഫോമാണ് ടോളർ. അതേപോലെ തന്നെ അതിന്റെ സൂപ്പർലേറ്റീവ് ഫോമാണ് ടോളസ്റ്റ്. ഇനി ഷാർപ്പ്, ആ അഡ്ജക്റ്റീവിന്റെ കൂടെയും നമ്മൾ ERഉം ESTയും ആഡ് ചെയ്തിട്ടാണ് നമുക്ക് അതിന്റെ കമ്പാരറ്റീവും സൂപ്പർലേറ്റീവ് ഫോംസും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഷാർപ്പർ, ഷാർപ്പസ്റ്റ് അങ്ങനെ 2 ഫോം കിട്ടി. ബിഗ്, ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ്. ക്ലവർ, ക്ലവറർ, ക്ലവറസ്റ്റ്. ഇനി എല്ലാ അഡ്ജക്റ്റീവ്സും ഇങ്ങനെ ചെറിയ ഷോർട്ട് അഡ്ജക്റ്റീവ്സ് ആയിരിക്കില്ല. കുറച്ചുകൂടി ലോങ് ആയ ഒരു അഡ്ജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ERഉം EST ആഡ് ചെയ്യുകയല്ല ചെയ്യുക. അതിന് പകരം നമ്മൾ ഈ അഡ്ജക്റ്റീവിന് മുന്നിൽ മോർ കമ്പാരറ്റീവ് ഫോം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ മോർ ഉപയോഗിക്കും. അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഫോം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ മോസ്റ്റ് ഉപയോഗിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് ഇൻ്റലിജൻറ്റ്. ഇൻ്റലിജൻറ്റിൻ്റെ കമ്പാരറ്റീവ് ഫോം എന്ന് പറയുന്നത് മോർ ഇൻ്റലിജൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോം മോസ്റ്റ് ഇൻ്റലിജൻ്റ് ആണ്. ജനറസ്, മോർ ജനറസ്. അതേപോലെ തന്നെ അതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോം മോസ്റ്റ് ജനറസ് ആണ്. കെയർഫുൾ, മോർ കെയർഫുൾ, മോസ്റ്റ് കെയർഫുൾ. ഇനി വേറെ ചില അഡ്ജക്റ്റീവ്സിനെ ഇങ്ങനെ ERഉം ESTയും അതേപോലെ തന്നെ മോറും മോസ്റ്റും ഒന്നും ചേർത്തിട്ടല്ല കമ്പാരറ്റീവും സൂപ്പർലേറ്റീവും ഉണ്ടാക്കുന്നത്. അത് ഇറഗുലർ ആണ്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം ഗുഡ്. ഗുഡിൻ്റെ കമ്പാരറ്റീവ് എന്ന് പറയുന്നത് ഗുഡർ അല്ല. അതിന് പകരം നമ്മളവിടെ ഉപയോഗിക്കുന്നത് ബെറ്റർ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ സൂപ്പർലേറ്റീവ് ബെസ്റ്റ് ആണ്. ഇനി വെൽ എന്ന് പറയുന്ന ആക്ച്വലി ഒരു അഡ്വർബ് ആണ്. ഗുഡ് അഡ്ജക്റ്റീവ് ആണ്. അഡ്വേർബ്സിനും അഡ്ജക്റ്റീവ്സിന്റെ പോലെ തന്നെ അഡ്വേർബ്സിനും നമുക്ക് ഇങ്ങനെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ട്. അപ്പോൾ വെൽ എന്ന് പറയുന്ന ആ അഡ്വർബിന്റെ കമ്പാരിറ്റീവ് ഫോം ബെറ്റർ ആണ്. അതുപോലെ തന്നെ അതിന്റെ സൂപ്പർലേറ്റീവ് ഫോം ബെസ്റ്റ് ആണ്. ബാഡ് എന്ന് പറയുന്നതിന്റെ വേഴ്സും വേഴ്സ്റ്റും ആണ്. ആക്ച്വലി ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. സൂപ്പർലേറ്റീവ് ഫോം വേഴ്സ്റ്റ് ആണ്, വേഴ്സ് അല്ല. ലിറ്റിൽ എന്ന് പറയുന്നതിന്റെ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ലെസ്സും ലീസ്റ്റും ആണ്. മച്ച് എന്ന് പറയുന്നതിന് മോറും മോസ്റ്റും ആണ്. അപ്പോൾ ഇങ്ങനെ ഇറഗുലറായി കമ്പാരറ്റീവും സൂപ്പർലേറ്റീവും ഉണ്ടാക്കുന്ന വളരെ കുറച്ച് അഡ്ജക്റ്റീവ്സ് ആണ് ഇംഗ്ലീഷിലുള്ളൂ. അത് കാണാതെ പഠിക്കുക. ബാക്കിയുള്ളതിനെ നിങ്ങൾ ഷോർട്ടാണ് അഡ്ജക്റ്റീവ് എങ്കിൽ അതിൻ്റെ കൂടെ ERഉം ESTയും ചേർക്കുക. അതുപോലെ തന്നെ ലോങ് ആയ ഒരു അഡ്ജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിന് മുന്നിൽ മോർ ചേർത്ത് കമ്പാരറ്റീവും മോസ്റ്റ് ചേർത്ത് സൂപ്പർലേറ്റീവും ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു എക്സസൈസ് നോക്കാം. ഇവിടെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ചിലർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ERO ESTയോ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതിന് മുന്നിൽ മോറും മോസ്റ്റും കൂടി ചെയ്യുന്നു. മോർ ബിഗ്ഗർ, മോസ്റ്റ് നൈസസ്റ്റ്, അങ്ങനത്തെ ഉള്ള മിസ്റ്റേക്സ് ഒന്നും വരുത്തരുത്. നിങ്ങൾ ചെറിയ ഷോർട്ട് അഡ്ജക്റ്റീവ്സിൻ്റെ കൂടെ ERO ESTയോ ചേർക്കുക. അത് തന്നെയാണ് ഇനഫ്. പിന്നെ അതിൻ്റെ കൂടെ മോറോ മോസ്റ്റോ അതിന് മുന്നിൽ ഉപയോഗിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ തെറ്റുപറ്റും. ഇനി നമുക്കൊരു എക്സസൈസ് നോക്കാം. ഈ എക്സസൈസ് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 നിന്നാണ് എടുത്തിരിക്കുന്നത്. നോ അതർ ബേർഡ് ഈസ് ആസ് ഡാഷ് ആസ് ദ ക്രോ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ക്ലവർ, ക്ലവറർ, ക്ലവറസ്റ്റ്. 3 ഓപ്ഷൻ ഉണ്ട്. പോസിറ്റീവ് ഉണ്ട്, കമ്പാരറ്റീവ് ഉണ്ട്, സൂപ്പർലേറ്റീവ് ഉണ്ട്. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിൽ ഏതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ആ സെൻറ്റൻസ് ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ആസ് എന്ന് പറയുന്ന അതിനിടയിൽ ഉപയോഗിക്കേണ്ടത് ഏത് അഡ്ജക്റ്റീവാണ്? അത് പോസിറ്റീവ് അഡ്ജക്റ്റീവ് ആയിരിക്കണം നിങ്ങളവിടെ ഉപയോഗിക്കേണ്ടത്. വളരെ ഈസിയാണത്. അപ്പോൾ നിങ്ങളിവിടെ പറയേണ്ടത് നോ അതർ ബേർഡ് ഈസ് ആസ് ക്ലവർ ആസ് ദ ക്രോ എന്നാണ്. ആസിനിടയിൽ പോസിറ്റീവ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തത് ദ ഗ്രേ മംഗൂസ് വാസ് ഡാഷ് ദാൻ ദ കോബ്ര. ഇവിടെയും എളുപ്പമാണ്. ഇപ്പോൾ ഇവിടെ ദാൻ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അതിന് മുന്നിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഇവിടെ അഗ്രസീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. മോർ അഗ്രസീവ് എന്ന് പറയുന്നത് കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. മോസ്റ്റ് അഗ്രസീവ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ ദാൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക അതിന് മുന്നിൽ ഉപയോഗിക്കേണ്ടത് കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. മോർ അഗ്രസീവ് ആണ് കറക്റ്റ് ആൻസർ. ദ ഗ്രേ മംഗൂസ് വാസ് മോർ അഗ്രസീവ് ദാൻ ദ കോബ്ര. ഇനി മൂന്നാമത്തത് ദ ബാനിയൻ ട്രീ വാസ് ദ ഡാഷ് പ്ലേസ് ഓൺ ദ റോഡ്. അപ്പോൾ ഇവിടെ ഏതാ ഉപയോഗിക്കേണ്ടത്? നോയ്സ് എന്ന് പറയുന്ന പോസിറ്റീവ് അഡ്ജക്റ്റീവ് ഉണ്ട്, നോയ്സിയർ ഉണ്ട്, നോയ്സിയസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് ഉപയോഗിക്കേണ്ടത്? ഇവിടെ നമുക്ക് ഇവിടെയും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന് മുന്നിൽ നമ്മൾ എപ്പോഴും സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സിന് മുന്നിലാണ് നമ്മൾ ദാ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നേരത്തെയുള്ള ഓപ്ഷൻസിൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ദാ എന്ന് പറയുന്ന ആർട്ടിക്കിൾ അവിടെ ഉണ്ട്. അതിന് ശേഷമാണ് ആ അഡ്ജക്റ്റീവ് വരുന്നത്. അപ്പോൾ ദാ കാണുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ സൂപ്പർലേറ്റീവ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ വേണ്ടത് ദ ബാനിയൻ ട്രീ വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ് എന്നാണ് വേണ്ടത്. തേർഡ് ആണ് ഓപ്ഷൻ. ദ കോബ്ര വാസ് എ ഡാഷ് ഫൈറ്റർ. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ സ്കിൽഫുൾ,
മോർ സ്കിൽഫുൾ, മോസ്റ്റ് സ്കിൽഫുൾ, ഇങ്ങനെ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഏതാ ഉപയോഗിക്കേണ്ടത്? ഇവിടെ നമുക്ക് ദ കാണുന്നില്ല, അതുപോലെ തന്നെ ദാൻ കാണുന്നില്ല, ആസ് ഇതും കാണുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ ഏതാ ചെയ്യേണ്ടത്? ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു കമ്പാരിസൺ എന്ന ഐഡിയ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇവിടെ നമ്മൾ കോബ്രയെ വേറെ എന്തിൻ്റെയെങ്കിലും കൂടെ കമ്പയർ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ വെറുതെ പറയുകയാണ് ആ കോബ്ര സമർത്ഥനായ ഒരു ഫൈറ്റർ ആണെന്ന് പറയുന്നുണ്ട്, സ്കിൽഫുൾ ആയ ഒരു ഫൈറ്റർ ആണെന്ന് പറയുന്നത്. ഒരു കമ്പാരിസൻ്റെ ഒരു ഐഡിയ എവിടെയില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് പോസിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഇവിടെ വരെ ആൻസർ ഇതാണ്, ദ കോബ്ര വാസ് എ സ്കിൽഫുൾ ഫൈറ്റർ. സമർത്ഥനായ മിടുക്കനായ ഒരു ഫൈറ്റർ ആയിരുന്നു കോബ്ര. അപ്പോൾ ഇവിടെ കമ്പാരിസൺ അവർ കമ്പയർ ചെയ്യുന്നില്ല, കമ്പാരിസൺ എന്നുള്ള ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ പോസിറ്റീവ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ആ കമ്പാരിസൺ ഉണ്ടാവുന്ന സമയത്ത്, അതായത് അതിന് ശേഷം ദാൻ കാണുന്ന സമയത്ത് കമ്പാരിറ്റീവ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതിന് മുന്നിൽ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരുന്ന സമയത്ത് സൂപ്പർലേറ്റീവ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ആസിനിടയിലാണ് വരുന്നതെങ്കിൽ അവിടെയും പോസിറ്റീവ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ദ ഈവനിങ് വാസ് ഡാഷ് ദാൻ ദ മോർണിംഗ്. അപ്പോൾ ഇവിടെ ഏതാണെന്ന് മനസ്സിലാക്കുക, ഒരു ബുദ്ധിമുട്ടുമില്ല. ദാൻ നിങ്ങൾക്ക് അവിടെ കാണാനുണ്ട്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? ഹോട്ടർ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതാണ് കമ്പാരിറ്റീവ് ഫോം. ദ മൈന വാസ് ആസ് ഡാഷ് ആസ് ദ ക്രോ. അപ്പോൾ ഇവിടെ ആസ് കാണാനുണ്ട്. ഇനി മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്, കണ്ടന്റഡ്. പോസിറ്റീവ് അഡ്ജക്റ്റീവ് ആണ് നമ്മൾ ആസിനുള്ളിൽ ഉപയോഗിക്കുക, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, ഇറ്റ് വാസ് ദ ഡാഷ് ഫൈറ്റ് ഓഫ് ദ സ്നേക്ക് വിത്ത് ദ മംഗൂസ്. ബാഡ്, അതൊരു പോസിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. വേഴ്സ് കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. വേഴ്സ്റ്റ് സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഇവിടെ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ദ എന്ന് പറയുന്ന ആർട്ടിക്കിളിന് ശേഷമാണ് ഇവിടെ അഡ്ജക്റ്റീവ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. തേർഡ് ഓപ്ഷനാണ് കറക്റ്റ്, വേഴ്സ്റ്റ്. ഇറ്റ് വാസ് വൺ ഓഫ് ദ ഡാഷ് വെക്കേഷൻസ് ദ ബോയ് ഹാഡ്. അൺഫോർഗെറ്റബിൾ, മോർ അൺഫോർഗെറ്റബിൾ, മോസ്റ്റ് അൺഫോർഗെറ്റബിൾ, ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ ഏതാ ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി ഇതാന്ന് പറയുന്ന ആർട്ടിക്കിളിനെ നമുക്ക് അവിടെ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് സൂപ്പർലേറ്റീവ് ഫോമാണ്, ദ മോസ്റ്റ് അൺഫോർഗെറ്റബിൾ വെക്കേഷൻസ്. ഗ്രാൻഡ് ഫാദർ ഈസ് ദ ഡാഷ് മെമ്പർ ഓഫ് ദ ഫാമിലി. ഓൾഡ്, എൽഡർ, എൽഡസ്റ്റ്. ഓൾഡിൻ്റെ കമ്പാരിറ്റീവ് ഫോം എൽഡർ അവിടെയുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോം എൽഡസ്റ്റ് ഉണ്ട്. നമ്മൾ ഇതാന്ന് പറയുന്ന ആർട്ടിക്കിളിന് ശേഷമാണ് അഡ്ജക്റ്റീവ് വരുന്നത്. അതുകൊണ്ട് നമ്മളവിടെ സൂപ്പർലേറ്റീവ് ആണ് ഉപയോഗിക്കുക. ഗ്രാൻഡ് ഫാദർ ഈസ് ദ എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി. ദ മംഗൂസ് ഡാറ്റഡ് ഇൻ ആസ് ഡാഷ് ആസ് ദ കോബ്ര. അപ്പോൾ നമുക്കിവിടെയുള്ള അഡ്ജക്റ്റീവ്സ് അല്ല, അഡ്വർബാണ് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ്. സ്വിഫ്റ്റ്ലി, മോർ സ്വിഫ്റ്റ്ലി, മോസ്റ്റ് സ്വിഫ്റ്റ്ലി. അഡ്ജക്റ്റീവ്സിൻ്റെ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ഫോം ചെയ്യുന്ന പോലെ തന്നെയാണ് അഡ്വേർബ്സിൻ്റെയും ഫോം ചെയ്യുന്നത്. നമ്മൾ ചെറിയ അഡ്വേർബ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ER-EST ചേർക്കും. വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുന്നിൽ മോറും മോസ്റ്റും വയ്ക്കും. അപ്പോൾ ഇവിടെ ആസ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിനകത്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോസിറ്റീവ് ഫോമാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്, ദ മംഗൂസ് ഡാറ്റഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. എളുപ്പമാണ് ചെയ്യാൻ, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെ വരുന്ന സമയത്ത് ഇനി ഇതിനകത്ത് ഞാൻ സ്ലൈഡ്സ് തയ്യാറാക്കിയിട്ടില്ലാത്ത വേറെ 1-2 കാര്യങ്ങൾ കൂടി പറയാം. ഇപ്പം നമ്മൾ 2 പേരെയാണ് കമ്പയർ ചെയ്യുന്നത് കരുതുക. അപ്പോൾ അതിനിടെ 2 പേർക്കിടയിലാണ് കമ്പാരിസൺ എങ്കിൽ എപ്പോഴും കമ്പാരിറ്റീവ് ഫോം തന്നെ ഉപയോഗിക്കുക, സൂപ്പർലേറ്റീവ് അല്ല ഉപയോഗിക്കേണ്ടത്. സൂപ്പർലേറ്റീവ് ഉപയോഗിക്കേണ്ടത് 2-ൽ കൂടുതൽ ആൾക്കിടയിലുള്ള കമ്പാരിസൺ ആണ്. ഇപ്പോൾ ഓഫ് ദ 2 റോഡ്സ് ടേക്ക് ദ ഷോർട്ടർ, അങ്ങനെയാണ് പറയുക, ഷോർട്ടർ അതാണ് പറയേണ്ടത്, അല്ലാതെ ഷോർട്ടസ്റ്റ് അല്ല. കാരണം 2 ഓപ്ഷനേ ഉള്ളൂ അവിടെ. ആ 2 ഓപ്ഷനിൽ നിന്ന് ഒന്ന് ചൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. 2-ൽ കൂടുതൽ ഓപ്ഷൻസ് വരുന്ന സമയത്താണ്, അതായത് നമ്മൾ 2-ൽ കൂടുതൽ ആളുകളെ അല്ലെങ്കിൽ 2-ൽ കൂടുതൽ സാധനങ്ങളെയോ ഓപ്ഷൻസിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഏത് ഉപയോഗിക്കുക? സൂപ്പർലേറ്റീവ് ഉപയോഗിക്കുക. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു, യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.